ഈ സിനിമ കണ്ട അനുഭവം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കൺവേ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഈ വെടിക്കെട്ട് നടത്തുന്ന അമ്പലങ്ങൾ ഏതാണ്ടോ? നമ്മുടെ ഉത്രാളിക്കാവ് അല്ലെങ്കിൽ തൃശ്ശൂരിലെ വെടിക്കെട്ട്, തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട്, ഇതൊക്കെ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കറിയാം. ആ കൂട്ട പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ട പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളുടെ തലക്കകത്ത് കംപ്ലീറ്റ് അതിന്റെ മുഴക്കായിരിക്കും. കുറച്ചധികം ടൈം എടുക്കും അതൊന്ന് പോവാനായിട്ട്. ആ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രതീതിയാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വണ്ടി ഓടിച്ച് വീട് വരുന്നവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അമ്മാതിരി സാധനം, പന്നിപ്പൊളി സാധനം. അയ്യോ, ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും എക്സൈറ്റിംഗ് ആയിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഒരു സിനിമ കണ്ടിട്ടില്ല. ജിഗർദാണ്ട പിന്നെയും ജിഗർദാണ്ട കുറെ അധികം ലാഗ് ഫീൽ ചെയ്തെങ്കിലും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വേറെ ലെവലാവുന്നുണ്ട്. ആ ക്ലൈമാക്സിലേക്ക് എത്തിയ ആ വേറെ ലെവലെന്ന് ഞാൻ പറഞ്ഞ സംഭവമില്ലേ, അതാണ് ഈ സിനിമ ഫുള്ള്. ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറഞ്ഞ സിനിമ ഫുള്ള് എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ, അതായത് സീറ്റ് എഡ്ജിൽ നിർത്തിയിട്ടുള്ള പരിപാടി എന്ന് പറയില്ലേ, അത്രയും കിഡുമായിട്ടാണ് എടുത്തു വെച്ചത്. അത് മാസ് ആണെങ്കിലും ക്ലാസ് ആണെന്നാണെങ്കിലും എല്ലാം എടുത്ത് പറയേണ്ടത് ബി ജി എമ്മും സിനിമാറ്റോഗ്രാഫിയും തന്നെയാണ്. വേറെ ലെവലാക്കിയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ചെയ്തത് ശ്രേയസ് കുമാറാണ്. സിനിമാറ്റോഗ്രാഫി ഒന്ന് രണ്ട് ഡ്രോൺ ഷോട്ടുകളുണ്ട്, അത് മാത്രമേ എനിക്ക് ഒരു പോരായ്മ തോന്നിയുള്ളൂ. അതല്ലാതെ അത് വെറുതെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതല്ലാതെ ഈ സിനിമയിലെ സിനിമാറ്റോഗ്രാഫിയൊക്കെ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ആ സ്ക്രീനിന്റെ അകത്ത് ഇരുന്ന് ആ സിനിമയിൽ ആ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന രീതിയിലുള്ള സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചത്. എക്സ്പെഷ്യലി വലിയ വൈഡ് ഷോട്ട്, കുറെ ഈ ധനുഷ് നിൽക്കുന്നത് ഔട്ട് ഓഫ് ഫോക്കസിലായിട്ടുള്ള കുറെ ഷോട്ടുകൾ, അയ്യോ ഗംഭീര സാധനം. പിന്നെ ഇതിന്റെ ജി വി പ്രകാശാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് അറിയില്ല കേട്ടോ. പക്ഷേ സ്കോറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ, ഇതാണ് സ്കോറിങ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ സ്കോറിങ് കൊണ്ടിട്ട് നമുക്ക് ഇങ്ങനെ രോമാഞ്ചം വരുന്നില്ല സീൻ കണ്ടിട്ട്. അതെനിക്ക് ഇതിനു മുന്നേ ഞാൻ അനുഭവിച്ച 3 സിനിമ, KGF 1, 2, പിന്നെ RDX. സ്കോറിങ് എന്റെ പൊന്നു മോനെ, ഇത് നിങ്ങൾ നല്ല തിയേറ്ററിൽ, അതായത് മിനിമം ഒരു ഡോൾബി അറ്റ്മോസ് എങ്കിലും ഉള്ള ഒരു തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണണം. കൂതറ തിയേറ്ററിലൊന്നും പോയി നിങ്ങൾ ഈ സിനിമ കാണാൻ നിൽക്കരുത്. അത്രയും ഗംഭീര സ്കോറിംഗ് ആണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നഷ്ടാവും. കാരണം നല്ല രീതിയിൽ ചിലപ്പോൾ സ്പീക്കറെ കിടന്ന് ജാറ് ചെയ്യും. കാരണം അമ്മാതിരി സാധനമാണ്. പിന്നെ വരുന്ന സംഭവമാണ് പെർഫോമൻസിന്റെ കാര്യം. ഞാൻ എന്താ പറയണ്ടത്, ധനുഷ്, ശിവരാജ് കുമാറിന്റെ ഇതും അതൊന്നും ഞാൻ പെർഫോമൻസിന്റെ കാര്യം നിങ്ങൾക്ക് വിട്ടു തരുവാണ്. നിങ്ങൾ പോയിരുന്ന് എൻജോയ് ചെയ്യേണ്ട സാധനമാണ്. ഇത്ര ഞാൻ പറയുന്നുള്ളൂ. ഈ സിനിമയെ കുറിച്ചിട്ട് എനിക്ക് ഇനി കൂടുതൽ പറഞ്ഞ് സ്പോയിൽ ചെയ്യാനുള്ള താല്പര്യം എനിക്കില്ല. ഒരു കാരണവശാലും നിങ്ങളൊരു മാസ് എന്റർടൈൻമെന്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് ആയിട്ടുള്ളൊരു ഫിലിമാണ് ഈ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഒരുപാട് പറയണമെന്നുണ്ട് എനിക്ക്, ഒരുപാട് ഈ സിനിമയെ കുറിച്ചിട്ട് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പോയി സിനിമ കാണാൻ നോക്കുക. അത്രയും ഗംഭീര പടമാണ്. എനിവേ, താങ്ക് യു സോ മച്ച്.